പ്രണയ അഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊന്നു. മംഗലാപുരത്തിനടുത്ത് ബെണ്ടാൾ ആണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഒരു പെൺകുട്ടി ആ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയാണ്. ബെണ്ടാൾ ഉളി ഗ്രാമത്തിലെ ബാലപ്പാഗൌഡരുടെ മകള് ലാവണ്യാണ്. 21 വയസ്സാണ്. അവൾ ബസ് കാത്ത് അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രണയ അഭ്യർത്ഥന നേരത്തെ നിരസിച്ച ഒരു പയ്യൻ, അയാളെ ബെണ്ടാളിനടുത്ത് അയാളും താമസിക്കുന്നത് ബെൽത്തങ്ങാടി ഒഴിലൻ സ്വദേശിയാണ്. അപ്പോൾ അയാൾക്ക് ഈ പെൺകുട്ടിയുടെ പ്രേമം തോന്നി, പ്രണയ അഭ്യർത്ഥന നടത്തി. പെൺകുട്ടി അത് നിരസിച്ചു. അതിനുശേഷം വൈരാഗ്യത്തിലായിരിക്കണം, നീ കല്യാണം കഴിച്ചില്ലേ കൊല്ലുമെന്നൊക്കെ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷേ പെൺകുട്ടി ഇവനെ മൈൻഡ് ചെയ്യാതെ ലാവണ്യ എന്ന 21 വയസ്സുകാരി അവളുടെ ജോലിയും കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ വന്ന് കാത്തു നിൽക്കുക. ബെണ്ടാൾ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പ്രണയാഭ്യർത്ഥന നിരസിച്ച അതിന് എതിർപ്പുള്ള ആ പയ്യൻ അവിടെ എത്തുന്നത്. അയാൾ ഈ കുട്ടിയുടെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. പെൺകുട്ടി ഇത് കണ്ടു. ഇവന് ബാഗിൽ നിന്ന് കൊടുവാളെടുത്തു. പെൺകുട്ടിക്ക് മനസ്സിലായി തന്നെ കൊല്ലാനാണ് ഇവ വന്നിരുന്നത്. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടാവണം, നീ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അത് പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് ശ്രദ്ധിച്ച് ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കുമ്പം ഇയാളൊരു ബാഗുമായിട്ട് വന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. ബാഗ് തുറന്ന് കൊടുവാളെടുക്കുന്ന കണ്ടപ്പോൾ ഈ പെൺകുട്ടി ഓടി. കൊടുവാളുമായിട്ട് ഇയാൾ പിന്നാലെ ഓടി. ആൾക്കാരൊക്കെ അതിൻ്റെ പിന്നാലെ ഓടി. പക്ഷേ ആ പെൺകുട്ടിയെ കഴുത്ത് നോക്കി വെട്ടി വീഴ്ത്തി. ആൾക്കാർ ഭയപ്പെട്ട് മാറി. പെൺകുട്ടിയെ പിന്നീട് അയാൾ വെട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കി. അതിനുശേഷം കൊടുവാൾ അവിടെ ഇട്ടു. പെൺകുട്ടി ഒന്ന് നോക്കി മരണം ഉറപ്പാക്കിയ ശേഷം ഇയാൾ അവിടെ നിന്ന് പോയി. പക്ഷേ ഇമ്മീഡിയറ്റായിട്ട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ബെൽത്തങ്ങാടിയിൽ ഒടിലനൻ എന്ന സ്ഥലത്താണ് ഇയാളുടെ വീട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന ശേഷം ഇയാൾ വിഷം കഴിച്ചു എന്നാണ് പറയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിഷം കഴിച്ച ആളെ ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. കാരണം അയാളും ഇവിടെ കൊന്നിട്ട് അയാളും മരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് കരുതി വെച്ചിരുന്നതായിരിക്കണം വിഷം. പോലീസ് സ്റ്റേഷനിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പം ഇയാളുടെ കൈവശം വിഷാംശം കലർന്ന എന്തെങ്കിലും ഉണ്ടെന്ന് പോലീസ് പരിശോധിച്ചിട്ടുണ്ടാവില്ല. ഇയാളത് ചെയ്യില്ല. അത് ചിലപ്പം ഇയാൾ ജീവൻ വെടിയാൻ എന്തെങ്കിലും വേണ്ടി കയ്യിലുണ്ടോ എന്ന് പോലീസിന് അത് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദേഹപരിശോധന നടത്തിയില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇയാളുടെ അവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ പോലീസിന് സംശയം തോന്നി. ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇയാൾ വിഷം കഴിച്ചിരിക്കുന്നു, ജീവൻ വെടിയാൻ. അവളെയും കൊന്നിട്ട് ജീവൻ വെടിയാൻ തന്നെയാണ് അയാൾ തീരുമാനിച്ച് ഉറച്ചു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത അവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം അവിടെ നടക്കുന്ന സ്ഥലങ്ങളാണ്. കർണാടക പല ഭാഗത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഈ ലാവണ്യ എന്ന ആ 21 വയസ്സുകാരിയെ കൊടുവാൾ കരുതി അത് പണിത് അല്ലെങ്കിൽ വാങ്ങിച്ച് ആ കൊടുവാൾ ബാഗിനകത്ത് സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ കൊല്ലുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തങ്ങളുടെ പ്രണയം നിരസിക്കുന്നവരെ കൊന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാഴ്ചകൾ. ധാരാളം സംഭവങ്ങൾ നമ്മളിപ്പം ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു മാനസിക വളർച്ചയില്ലാത്ത ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പക്വതയില്ലാതെ വന്ന പ്രണയത്തിലും അതിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം അവർ മുഴുകി മുന്നോട്ട് പോകുന്നതും മൊബൈൽ ഫോണിൻ്റെ അതിക്രമവും അതൊക്കെ ഉണ്ടാകാം ഇതിന് കാരണം അതിനകത്ത് ഇതുപോലുള്ള ധാരാളം രംഗങ്ങൾ അവർ കാണുന്നുണ്ട്. അതേ രീതിയിൽ അവർ പകർത്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടം തോന്നുന്ന പെൺകുട്ടിയെ അവർ വിവാഹത്തിനോ അല്ലെങ്കിൽ ഇയാളൊപ്പം പോയില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.